ഓഫ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ആകെ ഒരൊറ്റ വ്യക്തിയായിരിക്കും ഇവിടെ എന്തായിരിക്കുക പ്രൊപ്പറേറ്റർ ആയിട്ട് ഉണ്ടാവുക. അതായത് എന്താണ്, ഒരൊറ്റ വ്യക്തിയാണ് ഇവിടെ ഓണറായിട്ട്. ആ ഒരൊറ്റ വ്യക്തിയായിരിക്കും ആ ഒരു ബിസിനസ്സിനെ മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ ബിസിനസ് തുടങ്ങുന്നതായിരിക്കും. നമ്മൾ സ്വയം ഒരു ബിസിനസ് തുടങ്ങുന്നു, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ എന്തൊക്കെ മെറിറ്റ്സായിരിക്കും അവിടെ ഉണ്ടാവുക. ആദ്യം വരുന്നൊരു മെറിറ്റ് എന്ന് പറയുന്നത് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇവിടെ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ അയാൾക്ക് അധികം ആൾക്കാരോട് ഒപ്പീനിയൻസ് തേടേണ്ട ആവശ്യമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നേടാം, അതിനപ്പുറം കുറേ ആൾക്കാരുടെ കൂടിയിട്ടല്ല എന്ത് ചെയ്യുന്ന ഡിസിഷൻ എടുക്കുന്ന ആ ഒരൊറ്റ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, ഓരോ സിറ്റുവേഷൻസിലായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നു, ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നു. ദെൻ സെക്കൻഡ് പറയുന്നത് എന്താ, കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ. ആ ഒരു വ്യക്തി തന്നെ റൺ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് ഇയാൾ എന്ത് ചെയ്യുന്നില്ല, ആ കിട്ടിയ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരൊരാളാണ് എല്ലാ കാര്യങ്ങളും അയാളുടെ കൺട്രോളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ഇൻഫർമേഷൻസ് അയാൾക്ക് കെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് ഇതിൽ അടുത്തതായിട്ട് വരുന്ന ഒരു ബെനിഫിറ്റ്. ദെൻ നെക്സ്റ്റ് എന്താണ്, ഡയറക്റ്റ് ഇൻസെൻറ്റീവ്. അയാൾക്ക് സ്വയം തന്നെ തൻ്റെ എബിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളൊരു ഫീലിംഗ് അവിടെ ഉണ്ടാവുകയാണ്. അയാൾക്ക് എന്ത് ചെയ്യുന്നു, അയാൾ സ്വയം റെസ്പോൺസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടോ അത്രത്തോളം അയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നു, അത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നു. സോ അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് ഇൻസെൻറ്റീവ്, അയാൾ കൂടുതലും എന്ത് ചെയ്യാനായിട്ട് പ്രോഫിറ്റ് കൂട്ടാനായിട്ട് അയാൾ ശ്രമിക്കും. ഡയറക്റ്റ് ഇൻസെൻറ്റീവാണ് ഇതിനടുത്തായിട്ട് വരുന്ന ഒരു ബെനിഫിറ്റ്. അടുത്ത എന്താ, സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്. ഇയാൾ സ്വന്തം എബിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ഇയാൾക്ക് പറ്റുന്നു. അതോടുകൂടി തന്നെ അയാൾക്ക് എന്താണ്, ഒരു അക്കംപ്ലിഷ്മെൻറ്റ് ഫീൽ ചെയ്യാൻ. സോ അതുകൊണ്ട് തന്നെ അയാൾ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. താൻ കാര്യങ്ങൾ നേടിയ ഒരു ഫീലിംഗ് അയാൾക്ക് ഉണ്ടാകുന്നു. അതാണ് സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്. നെക്സ്റ്റ് എന്താണ്, ഈസ് ഓഫ് ഫോർമാലിറ്റി ആൻഡ് ക്ലോഷർ. നമുക്കറിയാം ഇവിടെ അധികം ഫോർമാലിറ്റീസോ കാര്യങ്ങളോ ഇല്ല. മറ്റുള്ള ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കുറവാണ്. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നു, ഫോം ചെയ്യാനായിട്ട് പറ്റുന്നു. അതേപോലെ തന്നെ നമുക്ക് ബിസിനസ് നിർത്തണമെങ്കിൽ അതും നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നു.